രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ വരെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ഒന്നും ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് പിണറായി വിജയൻ മറുപടി നൽകിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി നേരത്തെയുള്ള പേരിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല. ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും കാട്ടി വിരട്ടാൻ നോക്കരുത് എന്നും പിണറായി പറയുന്നു. നിങ്ങളുടെ മുത്തശ്ശി രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ജയിലെന്ന് കേട്ടാൽ നിങ്ങളുടെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല ഞങ്ങൾ, മുഖ്യമന്ത്രി പറയുന്നു. കഴിഞ്ഞ തവണ രാഹുൽ പ്രധാനമന്ത്രി ആയേക്കുമോ എന്ന ചെറിയൊരു ചിന്ത പിണറായിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള മുത്തശ്ശി കഥയൊന്നും പറയാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നില്ല. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു പേടിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം രാഹുലിന് നേരെ പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. മകളെ അറസ്റ്റ് ചെയ്യുമെന്ന പേടിയോ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുവിറയ്ക്കുമ്പോഴാണ് തനിക്ക് ജയിൽ പേടിയില്ല എന്ന പിണറായിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളുടെ അനുയായിയായിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തത്. നിങ്ങൾ കെട്ടിച്ചമച്ച കേസിന്റെ ഭാഗമായിട്ട്, വിജിലൻസ് തള്ളിയ കേസ് രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. നേരത്തെ വിജിലൻസ് എവിടെയാണോ അവിടെ തന്നെയാണ് അവരും എത്തിയത്. അന്ന് നിങ്ങളുടെ പാർട്ടിയാണ് അധികാരത്തിൽ. എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നും അന്നത്തെ CBIയുടെ അന്വേഷണം എന്തായിരുന്നു എന്നും അതിന്റെ മുകളിലുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നുമൊക്കെ മനസ്സിലാക്കാൻ നോക്കൂ എന്നും പിണറായി പറഞ്ഞു. അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല. ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും കാട്ടി വിരട്ടാൻ നോക്കരുത് എന്നായിരുന്നു രാഹുലിനുള്ള പിണറായിയുടെ ഉപദേശം. എന്നാൽ കേരള മുഖ്യമന്ത്രി തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയെ മാത്രം ആക്രമിക്കുന്നത് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ. ഒരു ഫുട്ബോൾ കളിക്കാരൻ എതിർ ടീമുമായി ഒത്തുതീർപ്പ് നടത്തിയാൽ ഒരിക്കലും കളി ജയിക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് കേരള മുഖ്യമന്ത്രി BJPയുമായി അദ്ദേഹം ഒത്തുതീർപ്പ് നടത്തുന്നു. തന്റെ സഹോദരനെ മാത്രം ആക്രമിക്കുന്നു. BJPക്കെതിരെ ഒരക്ഷരം പോലും പറയുന്നില്ല. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പേര് ഉയർന്നു കേട്ടതാണ്. എന്നാൽ അദ്ദേഹത്തിനെതിരെ കേന്ദ്ര സർക്കാർ കേസെടുക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നത് പോലുമില്ല. കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൽ നിന്നും 1 കോടി രൂപ പിടിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതൊക്കെയാണ് പ്രിയങ്കയുടെ ആരോപണങ്ങൾ. ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിന്റെ പ്രസക്തി. അനീതിക്കെതിരായ നിലപാടെടുക്കുന്ന അദ്ദേഹത്തിനെതിരെ എന്തിനാണ് കേരള മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണിത്. നിങ്ങൾ കോൺഗ്രസിന് ചെയ്യുന്ന വോട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ്. മണ്ഡലത്തിനു വേണ്ടിയോ സംസ്ഥാനത്തിനു വേണ്ടിയോ മാത്രമല്ല, അത് രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ കൂടിയുള്ളതാണ്. രാഷ്ട്രീയം എന്നത് ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ളതാണ് എന്നുകൂടി കാണിച്ചു കൊടുക്കാൻ ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് കഴിയണം. റബ്ബറിനും കാർഷിക വിളയുടെ പദവി കൊടുക്കുന്നതും പൗരത്വ നിയമ ഭേദഗതി റദ്ദാക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രിയങ്കയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.